Hi everyone, welcome to Disha Academy. So, 13,700 വേക്കൻസീസ് ഏകദേശം 14,000 വേക്കൻസീസുമായിട്ടാണ് നമ്മുടെ SBI ക്ലർക്കിൻ്റെ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതെന്താണ് ഈ ജോലി അല്ലേ, ഈ ജോലിയുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, ഇവരുടെ സാലറി എന്താണ്, ഇവർ ബേസിക്കലി എന്താണ് ചെയ്യേണ്ടി വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഒരുപാട് കമൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് SBI ക്ലർക്കിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, പ്രൊമോഷൻസിന് സ്കോപ്പ് ഉണ്ടോ, നിങ്ങളുടെ ഇൻഹാൻസ് സാലറി എത്ര വരും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ജോബ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ബേസിക് ആയിട്ടുള്ള ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ CSR ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ കസ്റ്റമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും? അതായത് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്വയറീസോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ബാങ്കിനെ പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കും. ഇപ്പോൾ NRI ആണ്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ്, ഇവർക്കെല്ലാം തന്നെ പ്രത്യേക സ്കീമുകളും സർവീസുകളും ഒക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവർക്ക് ഓരോരുത്തർക്കുമുള്ള പലിശയിൽ നമ്മൾ പൈസ ഫിക്സഡ് ഇടുവാണെങ്കിൽ അതിൻ്റെ പലിശയിലും കാര്യങ്ങൾക്കും ഡിഫറൻസ് ഉണ്ട്. പല ആൾക്കാർക്കും പല കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും ബാങ്ക് തന്നെ എന്താ പറയുക ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ തന്നെ നമുക്കറിയാം, നമുക്ക് ചെക്ക് ബുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ, ഇങ്ങനെയുള്ള ബാങ്കിൻ്റെ എല്ലാ സർവീസുകളെ പറ്റിയും നോർമൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ സംശയങ്ങൾ തീർത്തു തരുന്നതുമെല്ലാം നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ഒരാളാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഓപ്പണിംഗ് ആൻഡ് മാനേജിങ് അക്കൗണ്ട്സ് വരും. നമ്മൾ ഒരാൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്താണ്, നമ്മുടെ ജീവിത രീതി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ആണോ, കറണ്ട് അക്കൗണ്ട് ആണോ, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അക്കൗണ്ടുകളാണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കല്ല ബേസിക്കലി ഇതിനെ പറ്റി എല്ലാമുള്ള ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് ചൂസ് ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഇവരുടെ ഉത്തരവാദിത്വമാണ്. അക്കൗണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ പാസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്ബുക്ക് പതിച്ച് തരിക, ഇതും അല്ലെങ്കിൽ എന്താ പറയുക നമുക്കിപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഹോം ബ്രാഞ്ച് മാറ്റണം, നമുക്ക് ബ്രാഞ്ച് മാറ്റി നമുക്ക് അഡ്രസ്സ് മാറ്റണം അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക ചെക്ക് ബുക്ക് വേണം, അതിന് വേണ്ടി അപ്ലൈ ചെയ്യണം, അത് ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡ് ഇപ്പോൾ എന്താ പറയുക എക്സ്പയർ ആയി പുതിയ ATM കാർഡ് വേണം, അതിന് വേണ്ടി അപ്ലൈ ചെയ്യണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. പല ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, പല സാഹചര്യത്തിൽ വരുന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക. പല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരുണ്ടാവും, എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുക, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. പല മൂഡിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ ഇവരോട് എല്ലാവരെയും ഡീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ജോബ് നിങ്ങളതായിട്ടായിരിക്കും ബേസിക്കലി വരിക. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാർ എപ്പോഴും തന്നെ ആരാണ്? നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. ഇത് കൂടാതെ അവർക്ക് വരുന്നൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ക്യാഷ്യർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ബാങ്കിലേക്ക് വരികയും ബാങ്കിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുന്ന പണത്തിൻ്റെ എല്ലാം റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്നുള്ളതും അത് ഹാൻഡിൽ ചെയ്യുന്നതും എപ്പോഴും ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ബേസിക്കലി ഒന്ന് ക്യാഷ് ഹാൻഡലിംഗ് വരും, അതായത് അക്സെപ്റ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ക്യാഷ്, എൻഷുറിംഗ് ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ആക്യുറേറ്റ്ലി. പൈസ അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്ത് ഉറപ്പിച്ചുകൊണ്ട്? എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട്. എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസം നമ്മുടെ കൈ കൂടെ പോകുന്നതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പൈസ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ആരുടേതാണ്? നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരുടേതാണ്. അതുകൂടാതെ തന്നെ ബാലൻസിങ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ വരും. അതായത് അവർ കൗണ്ടറിൽ നിന്ന് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവേണ്ട ബാലൻസ് ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി ചെക്ക് ചെയ്ത് അടുത്ത ആളിലേക്ക്, ഇപ്പോൾ ഷിഫ്റ്റൊക്കെ മാറുകയാണെങ്കിൽ അടുത്ത ആളിലേക്ക് ആ ഉത്തരവാദിത്വം മാറ്റി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ പോകുന്നതിന് എല്ലാ ദിവസവും വൈകിട്ട് പൈസയൊക്കെ ടാലി ആയിട്ട് വെച്ചിട്ട് പോകുക എന്നുള്ളതും ക്ലർക്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യാം, ഹാൻഡ്ലിംഗ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ദ ഡെപ്പോസിറ്റ്, വിഡ്രോവൽ ആൻഡ് അതർ ബാങ്കിങ് സർവീസസ് അല്ലേ. അപ്പോൾ നമ്മുടെ പൈസ എല്ലാ ബാങ്കിങ് സർവീസസുമായിട്ടും വരുന്ന റിലേറ്റ് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന ബാങ്കിലേക്ക് വരുന്ന പൈസ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരുടെ ജോലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓൾമോസ്റ്റ് 13,000 വേക്കൻസീസോടുകൂടി SBIയുടെ
ക്ലറിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് ഇനിയും ഈ വർഷം, അതായത് 2025 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. SBI PO, അതുപോലെ തന്നെ IBPS PO ക്ലർക്ക്, അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള ക്ലർക്ക് PO, ഇങ്ങനത്തെ എല്ലാ പോസ്റ്റുകളിലേക്കുമായിട്ട് ബാങ്കിൻ്റെ എക്സാംസ് ഇനിയും വരാനുണ്ട്. എല്ലാ വർഷവും മിനിമം ഒരു 30,000-ൽ കൂടുതൽ വേക്കൻസീസ് ബാങ്കിൻ്റെ പല എക്സാംസിലായിട്ട് മിനിമം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബാങ്കിന് ഇത്തരം എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഈ വരുന്ന 27-ാം തീയതി മുതൽ ദിശ അക്കാഡമി ലോഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയ ദിശ ലേണിംഗ് ആപ്പ് വഴിയായിരിക്കും ഈ കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ 27th മുതൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളൊക്കെ കിട്ടി തുടങ്ങും. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ SBI ക്ലർക്ക് എന്നല്ല കേട്ടോ, എല്ലാ ബാങ്ക് എക്സാംസിനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, പ്രിലിംസിനും അതുപോലെ മെയിൻസിനും വേണ്ടിയിട്ടുള്ള ബേസിക് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുക. സോ നമ്മൾ അടുത്ത് നോക്കുന്നത് ഇവരുടെ ജോലിയുടെ ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതുപോലെ കസ്റ്റമർ ഇൻറ്ററാക്ഷൻ പറഞ്ഞു. ഇതല്ലാതെ ക്ലറിക്കൽ ജോലികളും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും എല്ലാം ചെയ്യുന്നത് ഈ ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ക്ലറിക്കൽ ജോലി, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഡാറ്റ എൻട്രിയും അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിങ്ങും ഒക്കെ ചെയ്യേണ്ടത് ഇവരാണ്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യേണ്ടതും ഇവരാണ്. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് ഫയലിംഗ് എന്ന് പറയുമ്പോൾ ഓർഗനൈസിങ്, സ്കാനിങ് ആൻഡ് ഫയലിംഗ് ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് ഡോക്യുമെൻറ്റ്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഫ്യൂച്ചറിലേക്ക് ആ ബാങ്കിൽ സൂക്ഷിച്ച് വെക്കേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഓർഗനൈസ് ചെയ്യുന്നതും സ്കാൻ ചെയ്യുന്നതും പ്രിൻ്റ് എടുക്കുന്നതും അത് ഫയൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമായിട്ട് വരും? നമ്മുടെ ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ഒരാളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്, entering customer data into bank system, maintaining the accurate records for all transactions. അല്ലേ, ഇപ്പോൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞ് ചെന്നാലും നമ്മൾ ആ ബാങ്കിൽ നടത്തിയ ട്രാൻസാക്ഷൻസ്, നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ അല്ലേ, നമുക്കിതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ്. ഇതല്ലാതെ തന്നെ ചെക്ക് ഹാൻഡിലിങ്ങും ആരുടെ ഉത്തരവാദിത്തമായിട്ട് വരും? നമ്മളെ ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ഒരാളുടെ ഉത്തരവാദിത്തമായിട്ടും വരും. അതുപോലെ തന്നെ ലോൺ പ്രോസസ്സിങ്ങും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു ലോണിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ ലോൺ സ്വീകരിക്കാൻ വേണ്ടി യോഗ്യനാണോ, നമ്മൾക്ക് ആ ലോൺ തന്നു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി പരിശോധിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾക്ക് ആ ലോൺ ട്രാൻസാക്ഷൻ ആക്കി തരേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ക്ലറിക്കൽ ജോബിൽ വരുന്ന ആൾക്കാരുടേതാണ്. അതുപോലെ തന്നെ ജനറൽ ബാങ്കിങ് ഓപ്പറേഷൻസ്, നോർമലി ബാങ്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മളുടെ ഈ ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആൾക്കാരാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോബും വരും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാങ്കിലേക്ക് ആൾക്കാർ എത്തുക, അവിടെ പൈസ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ബാങ്കിൻ്റെ നിലനിൽപ്പിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ആ പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് എത്തിക്കുക അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ജോലി ക്ലറിക്കൽ പോസ്റ്റുള്ള ആൾക്കാരുടേതായിട്ട് വരും. അപ്പോൾ ഇനി ഒരു ക്ലർക്ക് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട ബേസിക് സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി നിങ്ങൾ ക്ലർക്കിൽ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം ഈ ജോലിയിലേക്ക് എത്താൻ. നിങ്ങൾക്കപ്പോൾ അത്യാവശ്യം നമ്മുടെ സിലബസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ എന്നാലും ഈ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജോലി സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് അല്ലേ. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഓക്കെ എനിക്ക് ഈ ജോലി കിട്ടിയാൽ നന്നായിരിക്കും, എനിക്ക് നല്ല രീതിയിൽ ഈ ജോലി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഉണ്ടല്ലോ. ഈ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന അല്ലേ, കസ്റ്റമർ ഇൻറ്ററാക്ഷൻ ഉള്ള ഒരു ജോബാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നോർമൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അറ്റൻഷൻ്റെ ആവശ്യമുണ്ട്. കാരണം മണി വെച്ചിട്ടുള്ള അല്ലേ, പൈസ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പൈസ പോലും അല്ലേ അല്ലേ, പല ആൾക്കാരുടെ പൈസ, പല റിസോഴ്സിലേക്ക് വരുന്ന പൈസ, ഓരോ രൂപയ്ക്കും കണക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അറ്റൻഷനോട് കൂടിയിട്ട് പൈസ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മൾട്ടി ടാസ്കിങ് എബിലിറ്റിയാണ്. നമുക്കറിയാം ഒരു ബാങ്കിൽ പോകുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കും, അതിൻ്റെ കൂടെ തന്നെ വേറൊരു കസ്റ്റമർ വന്ന് എന്തെങ്കിലും ചോദിക്കും, ഇതിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലും ഓഫീസ് വർക്ക് ഉണ്ടാവും. ഇങ്ങനെ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടി ടാസ്ക് ചെയ്യാൻ എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജോലി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് പേ സ്കെയിൽ എന്ന് പറയുന്നത് 19,900 പെർ മന്ത് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള അലവൻസുകൾ കിട്ടും. അപ്പോൾ DA കിട്ടും, ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടും, HRA അതൊരു 7 to 10% വരും.
പിന്നെ സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ഒരു 4150 രൂപയോളം കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോണസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് 22,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും ഇടയിലായിരിക്കും. നിങ്ങൾ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഏകദേശം 25,000 രൂപയോളം ആയിരിക്കും നിങ്ങളുടെ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള സാലറിയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സർവീസും പെർഫോമൻസും അനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ കാര്യമായ ഗ്രോത്ത് ഉണ്ടായിരിക്കും. എല്ലാ വർഷവും സാലറി റിവിഷൻ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് ഇതിൻ്റെ പുറമേ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ്, കാരണം ബാങ്ക് ജോലി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സർവൻറ്റിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. അതിലെന്തൊക്കെ വരും? നമ്മുടെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, PF ഉണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും, ഗ്രാറ്റുവിറ്റി ഉണ്ടാവും, ലീവ് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോൺ ബെനിഫിറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കിട്ടാനും പെട്ടെന്ന് ലോണുകൾ പാസ്സാവാനും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് പെൻഷനും കിട്ടും. നിങ്ങളുടെ സർവീസിൻ്റെ കാലാവധിക്ക് ശേഷം നിങ്ങൾക്ക് പെൻഷനും കിട്ടും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സർവൻറ്റ് ആയതുകൊണ്ട് തന്നെ നോർമലി ഏത് ജോലിക്കും ഏത് ഗവൺമെൻറ് സർവൻറ്റിനും കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്കും കിട്ടും. ഓക്കെ, ഇനി സാലറി ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രിമെൻറ്റ് യൂഷ്വലി ഇയർലി ബേസിസിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, എബിലിറ്റിയും ഒക്കെ അനുസരിച്ച്, സ്കെയിൽ സിസ്റ്റം മാറുന്നതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി സാലറി ഗ്രോത്തും പ്രൊമോഷനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊമോഷൻ നിങ്ങൾക്ക് ഓഫീസിൽ തന്നെ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് പ്രൊമോഷൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ PO പോലുള്ള പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ കാര്യമായ സാലറി 70,000 റുപ്പീസൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി കിട്ടുന്നത് പോലെ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊമോഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് മാനേജർ അല്ലെങ്കിൽ PO എന്ന് പറയുന്ന പോസ്റ്റിലേക്കും പ്രൊമോഷൻ കിട്ടും. ഇതല്ലാതെ നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതൊക്കെയാണ്: ഡെപ്യൂട്ടി മാനേജർ, മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തുടങ്ങിയ ബാങ്കിൻ്റെ ഏറ്റവും ഹയർ ലെവലിലേക്ക് വരെയും നിങ്ങൾക്ക് എത്താൻ സ്കോപ്പുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, നിങ്ങളുടെ എബിലിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഇതെല്ലാം അനുസരിച്ചാണ് നിങ്ങൾ എവിടെയാണ് എത്തുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അതുപോലെ തന്നെ പലപ്പോഴും എക്സാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ എക്സാംസ് എഴുതി നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നിങ്ങളുടെ എബിലിറ്റിയും നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ചാണ് നിങ്ങൾക്ക് ഏതൊക്കെ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. ഇൻഹാൻസ് സാലറി സ്റ്റാർട്ടിങ് 25,000 ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. അതുപോലെ തന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡിനൊക്കെ ശേഷം വളരെ നല്ലൊരു ഇൻക്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ബാങ്കിങ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ SBI ക്ലർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോലിയും സാലറിയും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി സ്വന്തമാക്കുക. SBI ക്ലർക്ക് മാത്രമല്ല, ഒരുപാട് ജോലികൾ 2025 വരുന്നുണ്ട്. നല്ലൊരു വർഷമാണ്. ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഹാപ്പി ലേണിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ.